ദൈവങ്ങൾക്കും ഓറയുണ്ടോ? ഈ ചോദ്യം നമ്മൾ ഒരിക്കലെങ്കിലും മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാകും. കാരണം മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ ഓറ എന്നതൊരു സാധാരണ വാക്കായി മാറിയിരിക്കുന്നു. ഇവൻ നല്ല ഓറയുള്ള ആളാണ്. അവിടെ ചെന്നപ്പോൾ നെഗറ്റീവ് ഫീലുണ്ടായി. ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ മനസ്സിനൊരു ശാന്തി തോന്നി. ഇതെല്ലാം നമ്മൾ പറയുന്നത് ഓറയെക്കുറിച്ചാണ്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യമുയരും. മനുഷ്യർക്കുണ്ടെങ്കിൽ ദൈവങ്ങൾക്കും ഒരു ഓറയോ പവറോ ഉണ്ടോ? ആത്മീയമായി ചിന്തിച്ചാൽ ദൈവമെന്നത് ശരീരത്തിലൊതുങ്ങുന്ന ഒന്നല്ല. ദൈവം ഒരു മനുഷ്യൻ പോലെ നിൽക്കുന്ന ഒരു രൂപം മാത്രമല്ല. ദൈവമെന്നതൊരു ദിവ്യ ഊർജമാണ്. അതു രൂപത്തിലല്ല, അനുഭവത്തിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ, ഒരു പള്ളി അങ്കണത്തിൽ, അല്ലെങ്കിൽ ഒരു ദൈവാലയത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലെന്താണ് ആദ്യമുണ്ടാകുന്നത്? ശാന്തി. ഒരു ഭാരം ഇറങ്ങുന്ന പോലെ ഒരു ആശ്വാസം. ചിന്തകൾ കുറയുന്ന പോലെ ഒരു അനുഭവം. അതൊന്നും കണ്ണുകൊണ്ടു കാണാൻ പറ്റില്ല. പക്ഷേ ഹൃദയം അത് തിരിച്ചറിയും. അതുതന്നെയാണ് ദൈവത്തിന്റെ പവർ. അതുതന്നെയാണ് ദൈവത്തിന്റെ ഓറ. മതഗ്രന്ഥങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. തേജസ്, പ്രകാശം, ദിവ്യകാന്തി. ദൈവത്തിന്റെ മുഖത്തുനിന്നും പ്രകാശം പടരുന്നുവെന്ന് ചിത്രങ്ങളിലും ശില്പങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കൽപ്പനയല്ല, അതൊരു പ്രതീകമാണ്. ദൈവത്തിന്റെ ചുറ്റുമുള്ള ദിവ്യ ഊർജത്തെ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി പ്രകാശമായി ചിത്രീകരിച്ചതാണ്. ഇപ്പോൾ മനുഷ്യന്റെ ഓറയെക്കുറിച്ച് ചിന്തിക്കാം. ഒരു മനുഷ്യന്റെ ഓറ അവന്റെ ചിന്തകളെ ആശ്രയിച്ചിരിക്കും. അവന്റെ മനസ്സിലെ കോപം, അവന്റെ സ്നേഹം, അവന്റെ ദുഃഖം, അവന്റെ അസൂയ, അവന്റെ കരുണ, ഇതൊക്കെ ചേർന്നതാണ് മനുഷ്യന്റെ ഓറ. അതുകൊണ്ടാണ് ചില ആളുകളുടെ അടുത്തു ചെന്നാൽ നമ്മൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നത്. ചിലരോടൊപ്പമിരുന്നാൽ ഒന്നും സംസാരിക്കാതെ തന്നെ മനസ്സിനൊരു ശാന്തി തോന്നുന്നത്. മനുഷ്യന്റെ ഓറ മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ചിന്തകൾ നാളെ മാറും. ഇന്നത്തെ വികാരം നാളെ ഇല്ലാതാകും. പക്ഷെ ദൈവത്തിന്റെ പവർ അങ്ങനെയല്ല. ദൈവത്തിന്റെ പവർ സ്ഥിരമാണ്. അത് ശുദ്ധമാണ്. അത് സ്വാർത്ഥമല്ല. അത് കോപത്തിൽ നിന്നുമല്ല, അഹങ്കാരത്തിൽ നിന്നുമല്ല, അസൂയയിൽ നിന്നുമല്ല. അത് കരുണയിൽ നിന്നുള്ള ശക്തിയാണ്. അത് സ്നേഹത്തിൽ നിന്നുള്ള ശക്തിയാണ്. അത് ക്ഷമയിൽ നിന്നുള്ള ശക്തിയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ സ്മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജം മന്ദമായി കുറയുന്നത്. ദൈവനാമം ജപിക്കുമ്പോൾ ശ്വാസം പോലും ശാന്തമാകുന്നത്. ഇതൊരു മാജിക്കല്ല, ഇതൊരാത്മീയ ശാസ്ത്രമാണ്. നമ്മളൊരു നല്ല മനുഷ്യന്റെ അടുത്തിരുന്നാൽ അയാളുടെ വാക്കുകൾ നമ്മളെ സ്പർശിക്കും. അയാളുടെ നിശബ്ദത പോലും നമ്മളെ മാറ്റും. അപ്പോൾ എല്ലാ നന്മയുടെ ഉറവിടമായ ദൈവത്തിന്റെ പവർ നമ്മളെ എത്രമാത്രം സ്വാധീനിക്കും? ചിലർ പറയും, ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ, അപ്പോഴെങ്ങനെയാണ് ഓറ പറയുന്നത്? നമ്മൾ കാറ്റിനെയും കണ്ടിട്ടില്ല. പക്ഷെ കാറ്റുണ്ടെന്ന് ഇലകളുടെ ചലനം നമ്മൾ കാണുമ്പോൾ അറിയുന്നില്ലേ? അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ പവർ. നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അതുണ്ടെന്നുള്ള തെളിവ്. ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ തകർന്നിരിക്കുമ്പോൾ ദൈവത്തെ സ്മരിച്ചാൽ ഒരജ്ഞാതമായ ധൈര്യം വരും. പരിഹാരം ഉടൻ കിട്ടണമെന്നില്ല, പക്ഷേ സഹിക്കാനുള്ള ശക്തി കിട്ടും. അതുതന്നെയാണ് ദൈവത്തിന്റെ ഓറ. ദൈവത്തിന്റെ പവർ നമ്മളെ രക്ഷിക്കുന്നത് എപ്പോഴും അപകടങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മളെ നമ്മളിൽ നിന്നു തന്നെ രക്ഷിക്കുകയാണ് അത് കൂടുതൽ ചെയ്യുന്നത്. അധിക കോപത്തിൽ നിന്ന്, അധിക അഹങ്കാരത്തിൽ നിന്ന്, അധിക നിരാശയിൽ നിന്ന്. അതുകൊണ്ടാണ് ശുദ്ധ മനസ്സോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ പവർ കൂടുതൽ അനുഭവപ്പെടുന്നത്. കാരണം അവിടെ തടസ്സങ്ങളില്ല, അഹങ്കാരമില്ല, കള്ളമില്ല. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഓറ നമ്മളെ ബാധിക്കുന്നത് നമ്മൾ അനുവദിക്കുന്ന അളവിലാണ്. ഒരടഞ്ഞ മനസ്സിൽ പ്രകാശം കയറില്ല. ഒരു നിറഞ്ഞ ഗ്ലാസിൽ വെള്ളമൊഴിക്കാനാവില്ല. അതിനാൽ വിശ്വാസം എന്നത് അന്ധവിശ്വാസമല്ല, അതൊരു തുറന്ന മനസ്സാണ്.
ദൈവങ്ങൾക്കും ഓറയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. മനുഷ്യൻ കാണുന്ന പോലെ ഒരു ഓറയല്ല, പക്ഷേ മനുഷ്യനെ മാറ്റുന്ന, മനുഷ്യനെ ശാന്തനാക്കുന്ന, മനുഷ്യനെ ശക്തനാക്കുന്ന ഒരു ദിവ്യ പവർ തീർച്ചയായുമുണ്ട്. അത് കാണാനല്ല, അനുഭവിക്കാനാണ്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് പുറത്തല്ല, അകത്താണ്. അവിടെ തന്നെയാണ് ആ ദിവ്യ ഓറയുടെ സ്പർശനം.